ഹലോ, നമുക്കിതൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 3 സവാള വേണം. അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി അതിലോട്ടൊരു 3 പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു വലിയ തക്കാളി എടുത്തിട്ട് അത് നല്ല ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പെരുംജീരകവും കറുവപ്പട്ടേൻ്റെ ഒരു കഷ്ണവും ഒരു 2 ചെറിയൊരു കഷ്ണവും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി ചൂടായി ഇങ്ങനെ ഒന്ന് പൊട്ടി വരണം. ജീരകമൊക്കെ നന്നായി ഇങ്ങനെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഒരു മണമൊക്കെ വരുന്നില്ല. അതിന് ശേഷം നമുക്ക് അതിലോട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് 2 ചേർത്ത് കൊടുക്കാം. അതൊന്ന് പകുതി നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി അത്യാവശ്യം വഴണ്ട് വന്നതിന് ശേഷമേ തക്കാളി ചേർക്കാവുള്ളൂ. അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളീനെ അതിലോട്ട് ചേർക്കണം. അതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ പോയി തക്കാളി സവാള നന്നായി വാടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതിനു വേണ്ടി ഉപ്പ് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
പിന്നെ ചിക്കൻ മസാല ഈസ്റ്റേണിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ചിക്കൻ മസാല ആണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അത് നന്നായി വാടി അതിൻ്റെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായി മാറി വന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കനെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി കുറച്ച് ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതാണേ. ഇനി ഏകദേശം നമ്മുടെ കറി നന്നായി തിളച്ച് വരാം. ഇതിലോട്ട് നമുക്കൊരു കുറച്ച് പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളം തന്നെ അതിലോട്ട് ഇറങ്ങി വരണം. അതിന് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഞാൻ ചിക്കൻ വേവണേൻ്റെ ഇടയിൽ ജനലിൽ കൂടി നോക്കിയപ്പോൾ നല്ല കാറ്റൊക്കെ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണേ. ഇതെൻ്റെ മോളാണ്. എൻ്റെ മോള് നോക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായി ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാമറേൻ്റെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയതുകൊണ്ട് ഐസ്ക്രീം മെൽറ്റായിപ്പോയി. നല്ല നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കനിലോട്ട്. അത് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരണം. ഏകദേശം ഒരു ചിക്കൻ പെരട്ടിയ ടൈപ്പിലൊക്കെ വരണം, റോസ്റ്റായി വരണം. നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് സവാളയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ സവാളയൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ കറി കഴിച്ച് നോക്കാം കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അത് കുറച്ച് സ്വീറ്റും